ലിവോറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക സ്വഭാവത്തിനെ കുറിച്ചാണ്. ഈ സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ളവർക്കുണ്ടായിരിക്കും. രണ്ട് തന്നെ ആയാലും ഓഫീസിൽ വർക്ക് മുന്നോട്ട് പോകാൻ ഈ ഒരു സ്വഭാവം ഒരു പ്രശ്നം തന്നെയാണ്. ഈ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകൾ മിക്ക ദിവസവും ചെയ്യാനുണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ചെയ്യാനുള്ള ദിവസം ആ ഒരു ടാസ്ക് മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരിക്കില്ല. അന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നില്ല. അതിനു പകരം സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള അല്ലെങ്കിൽ തീരെ പ്രയോറിറ്റി ഇല്ലാത്ത പിന്നെ ചെയ്താൽ മതി എന്നുള്ള ടാസ്കുകൾ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അത് വെറുതെ ഒരു തോന്നൽ മാത്രമല്ല, നിങ്ങളത് വളരെ ആവേശത്തോടു കൂടി ഹൈലി പ്രൊഡക്റ്റീവായിട്ട് തന്നെ ആ ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യും. ഇനി ചിലപ്പോൾ പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പഴയ ഇമെയിലുകളൊക്കെ നോക്കി ആ ഒരു ഇൻബോക്സ് ക്ലിയർ ചെയ്യുന്നതും നിങ്ങളുടെ ഡെസ്കൊക്കെ ഒതുക്കി വയ്ക്കുന്നതും അല്ലെങ്കിൽ ഫയലുകളെല്ലാം കൂടെ പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടറിലെ ഫയലൊക്കെ പല പല ഫോൾഡറാക്കി സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു ദിവസമായിരിക്കും. ഇത് ഒരു പ്രശ്നം പിടിച്ച സ്വഭാവമാണ്. ഇതിനെ പറയുന്ന പേര് പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മടി കാരണം ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ്. അത് നമുക്ക് കുറച്ചുകൂടി ഓക്കെയാണ്. അതായത് നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്കൊരു പണി തന്നു, നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ്, അപ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യും? നിങ്ങൾ വെറുതെ ഇരുന്നു, അല്ലെങ്കിൽ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ വെറുതെ വർത്താനം പറഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ കിടന്നുറങ്ങി. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളൊരു ടാസ്ക് നമ്മൾ ചെയ്തില്ല. ഇത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മളത് ചെയ്യുന്നില്ല, അത് നമ്മളെ മടിയാണ്, അത് ഓക്കെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വഭാവം പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നിടത്ത് വേറൊരു അപകടം കിടപ്പുണ്ട്. നമുക്ക് മടിയുള്ള ദിവസം നമുക്കറിയാം നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ ഇരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗിൽട്ട് വരും. കുറേ നേരം കഴിയുമ്പോൾ ഇത്രയും നേരം വെറുതെ ഇരുന്നില്ലേ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ നമ്മളിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷനാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ അന്നത്തെ ദിവസം വളരെ ആക്റ്റീവാണ്, നിങ്ങൾ ഹൈലി പ്രൊഡക്റ്റീവാണ്. നിങ്ങളൊന്നെങ്കിൽ പിന്നീട് ചെയ്യാവുന്ന എന്തെങ്കിലും ടാസ്ക് നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻബോക്സ് ക്ലിയർ ചെയ്യലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഫയൽ ഓർഗനൈസ് ചെയ്യലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഓർഗനൈസ് ചെയ്യലോ, അങ്ങനെ നിങ്ങൾ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായ ഒരു ദിവസമായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു പ്രധാനപ്പെട്ട ടാസ്ക് ഇന്ന് ചെയ്യാനുണ്ടായിട്ട് അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റ്, എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ചിലർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അത് ചെയ്യില്ല, അന്ന് വേറെ പല ടാസ്ക് വരുന്നത് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ വൈകുന്നേരം ഇത്ര അവർ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇന്ന് ക്ലയൻറ്റിന് കൊടുക്കാമെന്ന് ഏറ്റ സാധനം അവൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു സ്വഭാവമുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ ഓഫീസുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പേഴ്സണലി നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊരു വലിയ തടസ്സമാണ്. സോ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം നമ്മൾ കാണിക്കുന്നത്? ഈ സ്വഭാവം നമ്മൾ കാണിക്കാനുള്ള ഒരു കാരണം, നമുക്ക് ഈ പ്രധാനപ്പെട്ട ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും, ഒരുപാട് റിസർച്ച് ആവശ്യമുണ്ടായിരിക്കും, അതേപോലെ ഫിസിക്കലായിട്ട് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അത് ചെയ്താൽ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ കോൺടാക്ട് ചെയ്യണം, നമുക്ക് അതിനും ഒരു മടി, അല്ലെങ്കിൽ അവരെ കോൾ ചെയ്യുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ആങ്സൈറ്റി. അങ്ങനെ ഒരു ആങ്സൈറ്റി, സെൽഫ് ഡൗട്ട് എന്നീ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പ്രധാനപ്പെട്ട ടാസ്കിന്. പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്ത ടാസ്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, നമുക്ക് തെറ്റില്ലാതെ ചെയ്യാം എന്ന് നമുക്ക് ഉറപ്പുള്ള ടൈപ്പ് ടാസ്കുകളായിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്ത് പോകും. ഇനി വേറൊരു സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മളതൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ ഒരു വരി പോലും എഴുതില്ല. ചിലപ്പോൾ നമ്മളോട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ അതിന് വേണ്ട സകല റിസർച്ച് നമ്മൾ ചെയ്യും. പക്ഷേ നമുക്ക് നമ്മളുടെ മാനേജറെ കാണിക്കാനുള്ള, നമ്മളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് കാണിക്കാനുള്ള ആ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ ഒരു വരി പോലും എഴുതില്ല. കാരണം അത് നമുക്ക് ടെൻഷനാണ്. ഇയാളിത് കണ്ട എന്ത് പറയും? നമ്മൾ റിസർച്ചൊക്കെ ചെയ്തെല്ലാം നമ്മുടെ തലയിലുണ്ട്, പക്ഷേ എഴുതാനുള്ളൊരു മടി. സോ അവിടെ നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന, നമ്മളെ ടെൻഷൻ ആക്കുന്ന ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളി മൊത്തം കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗിൽറ്റ് വരും. പ്രധാനപ്പെട്ട ഒരു ടാസ്ക് നമ്മൾ ചെയ്യാതിരുന്നല്ലോ എന്നൊരു ഗിൽറ്റ് വരും. സോ നിങ്ങളുടെ ബ്രെയിൻ തന്നെയാണ് നിങ്ങളിവിടെ ട്രിക്ക് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട,
നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ എടുത്തോ. അപ്പോൾ നമ്മൾ ഓരോരോ പണിയായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ പണിയും തീർത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓക്കെ ഞാൻ വളരെ ബിസി ആയിരുന്നു, ഞാൻ ഇന്ന് എല്ലാ പണിയും തീർത്തു. പക്ഷേ കമ്പനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല, നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇതാണ് ഈ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സൈക്കോളജി. ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ബ്രെയിനിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസമാണ് സത്യത്തിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എങ്ങനെ ഒഴിവാക്കും? ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളിത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഈ സ്വഭാവം ഉണ്ട് എന്നുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്കുള്ളൊരു സൊല്യൂഷൻ 3-3-3 മെത്തേഡ് എന്ന് പറയുന്നതാണ്. അതായത് നിങ്ങളുടെ ടോട്ടൽ ഒരു ഡേനെ നിങ്ങൾ 3-3-3 എന്ന് പറഞ്ഞ് 3 അവറിൻ്റെ 3 സ്പ്ലിറ്റായിട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ കാര്യത്തിന് 2 മണിക്കൂർ ഉണ്ടായാലും മതി. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ മനസ്സിലായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടാസ്കിന് പകരം ചെറിയ ചെറിയ ടാസ്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. സോ ഉടനെ നമ്മൾ ബ്രെയിനിനെ തിരിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ടാസ്ക് മാത്രം ചെയ്താൽ മതി എന്ന് നമ്മൾ ട്രൈ ചെയ്താൽ അത് വർക്കൗട്ട് ആവില്ല. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളെക്കാളും പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ വിൽ പവറിനേക്കാളും ബ്രെയിൻ പവർഫുള്ളാണ്. അത് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രെയിനുമായിട്ട് ഒരു സന്ധിയിൽ എത്തിച്ചേരണം. നമ്മളൊരു മിഡ് പോയിൻ്റ് പിടിക്കുക. അതായത് ബ്രെയിനിൻ്റെ ഇഷ്ടം പോലെ ഈ അനാവശ്യ ടാസ്കുകൾ അല്ലെങ്കിൽ പ്രയോറിറ്റി ഇല്ലാത്ത ടാസ്കുകൾ ചെയ്തോ. ഒരു 3 മണിക്കൂർ ബ്രെയിനിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറഞ്ഞു വിടുക. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളത് നിർത്തും. എന്നിട്ട് നമ്മൾ ഈ മേജർ ടാസ്ക്, ഇമ്പോർട്ടൻറ്റ് ടാസ്ക് നമ്മൾ ചെയ്യും. അടുത്ത 3 മണിക്കൂർ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് തന്നെ ചെയ്യും. അങ്ങനെ നമ്മളൊരു കൃത്യമായ ടൈമിങ് കൊടുത്ത് അത് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനും ഹാപ്പി, ആങ്സൈറ്റി അത്രയും നേരങ്ങൾ ഒഴിവാക്കിയല്ലോ എന്നുള്ള രീതിയിൽ ബാക്കി 3 മണിക്കൂർ നമ്മൾ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എടുത്ത് ചെയ്യാം. അടുത്ത 2 മണിക്കൂർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽ ചെക്ക് ചെയ്യൽ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഒതുക്കൽ, അല്ലെങ്കിൽ ഫയലുകളൊക്കെ ഫോൾഡറിലാക്കൽ, അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികൾ, നിങ്ങൾക്കൊരു സമാധാനം തരുന്ന അത്തരം പണികൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് തുടങ്ങിയ ടാസ്കുകളിൽ ഏതാണോ ഇപ്പോൾ ഫിനിഷ് ആവാതിരിക്കുന്നത് ആ ടാസ്ക് തീർക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പ്രധാനമായ ആ ടാസ്ക് തന്നെയായിരിക്കും തീരാതെ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആ ഒരു ടാസ്ക് തീർക്കാനായിട്ട് ഉപയോഗിക്കുക. സോ ഈ ഒരു സ്വഭാവം ഇത് സാധാരണ മടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ചിട്ട് നമ്മളുടെ പ്രധാന ടാസ്കുകൾ ചെയ്യാതിരിക്കുന്ന തരം മടിയാണ്. സോ അവിടെയാണ് ഇതിൻ്റെ അപകടം കിടക്കുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഈ സ്വഭാവം അങ്ങ് നിർത്തിയേക്കുക. നിങ്ങളുടെ ടീമിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അവരെ കാര്യമായിട്ട് തന്നെ ഒന്ന് ഗുണദോഷിക്കണം. കാരണം ഇല്ലെങ്കിൽ അവരുടെ കരിയറിനും അത് പ്രശ്നമാണ്, നിങ്ങളുടെ ടീമിൻ്റെ ടോട്ടൽ പെർഫോമൻസിനും അത് പ്രശ്നമാണ്. അപ്പോൾ അവരെ കാര്യങ്ങളൊന്നും മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനൊരു പാറ്റേൺ ഞാൻ കണ്ടു, ഇത് പ്രശ്നമാണ്. സോ അതിനെക്കുറിച്ചുള്ള ഇഷ്ടംപോലെ വീഡിയോസും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ കിട്ടും. ഇനി നിങ്ങൾക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്ക്. അത് കണ്ടിട്ട് അവർക്കൊരു ധാരണ കിട്ടിക്കോട്ടെ. സോ എനിവേ ഈ ഒരു വീഡിയോയിൽ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാട്സപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തേക്ക്, ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടോട്ടെ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എത്താം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.